അഞ്ജലി ദേവദാസ് ബയോ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള സെറ്റ് സുവോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈബോസോം ഈസ് ഫോംഡ് ഓഫ്. റൈബോസോം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? അതിൽ RNA ആൻഡ് പ്രോട്ടീൻ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് മെംബ്രെയിൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത് നിക്കോൾസൺ ആണ്. അടുത്തത്, സൈറ്റോസ്കെൽട്ടൺ ഈസ് മേഡപ്പോ. സൈറ്റോസ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോ ട്യൂബിൾസ് ആൻഡ് മൈക്രോ ഫിലമെന്റ്സ്. കയാസ്മ ഫോർമേഷൻ ഒക്കെ ഡ്യൂറിങ് കയാസ്മ ഫോർമേഷൻ നടക്കുന്നത് ഡിപ്ലോട്ടിൻ്റെ സമയത്താണ്. ഡിക്റ്റോസോംസ് ആർ ഇൻവോൾവ് ഇൻ. ഡിക്റ്റോസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദ ടേം ക്രോമസോം വാസ് കോയിൻ ബൈ. ക്രോമസോം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ബെന്തയാണ്. DNA ഡിഫർ ഫ്രം RNA ഇൻ ഹാവിംഗ്. DNA എന്ന് പറയുമ്പോൾ അവർക്ക് തൈമിനാണ്, യുറാസിൽ ഉണ്ടാവില്ല. ദ സീക്വൻസ് സ്പെസിഫിസിറ്റി ഓഫ് ബേസസ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ എന്താണ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. മോസ്റ്റ് ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ. മെംബ്രെയിൻ ലിപ്പിഡ് സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ആൻഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആബ്സെന്റ് ഇൻ പ്രോക്യാരിയോട്ടിക് ക്രോമസോം. പ്രോക്യാരിയോട്ടിക് ക്രോമസോമിൽ ആബ്സെന്റ് എന്താണ്? ഹിസ്റ്റോൺസ് ആബ്സെന്റ് ആണ്. അൾട്രാ മൈക്രോട്ടോംസ് കട്ട് ടിഷ്യൂ സെക്ഷൻസ് ഫോർ എന്തിനു വേണ്ടിയാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം സൈറ്റോസോൾ റെഫേഴ്സ് ടു. സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ആർ സസ്പെൻഡഡ്. സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആണ്. അതിലാണ് ഓർഗനൽസിലുള്ളത്, സെല്ലാർ ഓർഗനൽസ് ഒക്കെ ഉള്ളത് ആ ഒരു സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസിലാണ്. അടുത്തത്, ദ സെഗ്മെന്റ് ഓഫ് DNA മോളിക്യൂൾ ദാറ്റ് ഡിറ്റർമൈൻ ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് പ്രോട്ടീൻ. അതാണ് എന്ത്? സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് ക്രോമസോം. പോളിത്തീൻ ക്രോമസോം ആണ് ലാർജസ്റ്റ് ക്രോമസോം എന്ന് പറയുന്നത്. ഡ്യൂറിങ് G2 phase of the cell division, DNA synthesis ceases and prepare for division. അപ്പോൾ സെൽ ഡിവിഷന്റെ G2 ഫേസിൽ എന്താ നടക്കുന്നത്? DNA സിന്തസിസ് നിർത്തിവെച്ച് ബാക്കി ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ടൈറ്റ്ലി ബൗണ്ട് ടു സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ആയിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തേക്കുന്നത് ആരാണ്? അഡിലൈഡ് സൈക്ലീസ് ആണ്. ആൻഡ് ഹൂ ഡിസ്കവർഡ് മൈക്രോട്യൂബിൾസ്? ഡി റോബോട്ടീസ് ആൻഡ് ഫ്രാങ്കി ആണ് മൈക്രോട്യൂബിൾസ് ഡിസ്കവേർഡ് ചെയ്തത്. ഇനി അടുത്തത്, എലൈസ. എലൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോസോർബന്റ് ആസേ. അടുത്തത്, പ്ലാസ്മിഡ്സ്. പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് എലമെന്റ് ഓഫ് ബാക്ടീരിയ. എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് എലമെന്റ് ഓഫ് ബാക്ടീരിയ, എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അടുത്തത്, വാക്സ്മാൻ ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ്. വാക്സ്മാന് നോബൽ സമ്മാനം കിട്ടിയത് എന്തിനു വേണ്ടിയാണ്? സ്ട്രെപ്റ്റോമൈസിന്റെ ഡിസ്കവറിക്ക് വേണ്ടിയാണ്. ആൻഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? മെത്തനോജൻസുകളാണ്. ഓക്കെ. ഇനി അടുത്തത്, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക് വാസ് ഡിവൈസ്ഡ് ബൈ. അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക് ആരുടെയാണ്? T. സെഡ്ബർഗിന്റെയാണ്. സബ്സ്റ്റൻസ് മൂവ്മെന്റ് അക്രോസ് സെൽ മെംബ്രെയിൻ ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ യൂട്ടിലൈസിംഗ് എനർജി ഈസ് ഡിസിഗ്നേറ്റഡ് ആസ്. ഓക്കെ. അപ്പോൾ സബ്സ്റ്റൻസ് എന്താണ്? ലോവറിൽ നിന്ന് ഹയറിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് ആരാണ്? കാരി മുല്ലീസ് ആണ്. PCR ടെക്നിക്കാരാണ് കാരി മുല്ലീസ്. അടുത്തത്, പെറോക്സിസോംസ് ആർ ബൗണ്ടഡ് ബൈ. പെറോക്സിസോംസ് എന്ന് പറയുമ്പോൾ അവർക്ക് സിംഗിൾ മെംബ്രെയിൻ ആണ്. സെൽ ഓർഗനൽ ദാറ്റ് സ്റ്റോർ ഫാറ്റ് ആർ നോൺ ആസ് ഇലയോപ്ലാസ്റ്റ്. അപ്പോൾ എന്താണ്? ഇലയോപ്ലാസ്റ്റ് എന്ന് പറയുന്നതാണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെൽ ഓർഗനൽ. STM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആക്രോണിം ഫോർ സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജനസിസ്. സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജനസിസ്. ബാർബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്യുൾറ്റേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ ആണ് ബാർബോഡീസ് എന്ന് പറയുന്നത്. ക്രോമസോം ഗെറ്റ് സ്റ്റെയിൻഡ് വിത്ത്. ക്രോമസോം സ്റ്റെയിൻ ചെയ്യുന്നത് അസറ്റോകാർമൈൻ വെച്ചിട്ടാണ്. എനുക്ലോട്ടൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ ബേസും ഷുഗറും ഫോസ്ഫേറ്റും ഉണ്ട്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഹാസ് ഐസോ എൻസൈം? ലാക്റ്റിക് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്? ഐസോ എൻസൈംസ് ഉണ്ട്. ബൈൽ ജ്യൂസ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് ആസിഡ്സ് കണ്ടെയ്ൻ ബൈൽ സാൾട്ട്. ഓക്കെ. അപ്പോൾ ബൈൽ ജ്യൂസ് എന്താണ്? ബൈൽ ജ്യൂസ് ആണ് ഫാറ്റിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അതിൽ എന്തുണ്ട്? ബൈൽ സാൾട്ട് ഉണ്ട്. ആൻഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മെറ്റബോളൈസ്ഡ് ഇൻ ദ സെൽ ഫോർ ലിബറേറ്റിംഗ് എനർജി? എന്താണ്? ഫാറ്റി ആസിഡ്. ലൈറ്റ് റിസപ്റ്റർ പിഗ്മെന്റ് ഈസ്. ലൈറ്റ് റിസപ്റ്റർ പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. വൈറ്റമിൻ A ഈസ് നോൺ ടു ബി എന്താണ്? ആൻ ആന്റി ഓക്സിഡന്റ്. വൈറ്റമിൻ E എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ കോസസ്. എന്ത് സംഭവിക്കും? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? യൂട്രൈൻ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യും. ആൻഡ് സ്ലോട്ടിംഗ് ഓഫ് എൻഡോമെട്രിയം, ദാറ്റ് ഈസ് മെൻസ്ട്രേഷൻ. ഓക്കെ. ഇനി ക്യാരക്ടറിസ്റ്റിക് പ്രോട്ടീൻ ഓഫ് വെർട്ടിബ്രേറ്റ് ഹോണി പാർട്സ് ആസ് ഫെദർ, ഹെയർ ആൻഡ് നെയിൽ. ഈ ഫെദറിലും ഹെയറും നെയിലും ഉള്ളത് കെരാറ്റിൻ ആണ്. സ്കിന്നിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്? ഡെർമറ്റോളജി. ടെൻഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽ വിത്ത് എ ബോൺ.
ഓക്കെ. ബട്ട് എൻഡോൺ എന്ന് പറഞ്ഞാൽ മസിൽ വിത്ത് എ ബോൺ. ഇനി മാമലിയൻ സെർവൈക്കൽ വെർട്ടിബ്രേ എന്ന് പറയുന്നത് എന്താണ്? എത്ര എണ്ണമുണ്ട്? 7 എണ്ണമാണ്. അപ്പോൾ മാമലിയന്റെ സെർവൈക്കൽ വെർട്ടിബ്രേ എന്ന് പറയുമ്പോൾ 7 എണ്ണമുണ്ട്. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഫോർ കട്ട, ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ കെ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഹൗസസ് എന്താ ചെയ്യുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻഗ്രാസിലുള്ള ഇതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ ഇൻസുലിൻ സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സുകളുണ്ട്. ഇനി ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലിവർ ആണ്. ഹ്യൂമൻ ബോഡിയിലുള്ള ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലിവർ ആണ്. സ്റ്റാർച്ച് ഇസ് എ പോളിസാക്രൈഡ് മെയ്ഡ് ഓഫ് മെനി യൂണിറ്റ് ഓഫ് സിമ്പിൾ ഷുഗർ. അപ്പൊ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ അത് കുറേ സിമ്പിൾ ഷുഗേഴ്സ് ചേർന്നിട്ടുള്ളൊരു പോളിസാക്രൈഡ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഈസ് കോസ്ഡ് ബൈ ഗോൾ സ്റ്റോൺ. അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾ സ്റ്റോൺ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഗോൾസ്റ്റോൺ. ട്രൈ കാർബോസിലിക് ആസിഡ് സൈക്കിൾ, TCA സൈക്കിൾ, അത് ആരാണ് ഡിസ്കവർ ചെയ്തത്? TCA സൈക്കിൾ എന്ന് പറഞ്ഞാൽ ക്രബ്സ് സൈക്കിൾ ഡിസ്കവേർഡ് ബൈ ക്രബ്സ്. അടുത്തത് റെസ്പിറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ, റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല ഒബ്ലങ്കട്ടയാണ്. ഫങ്ഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽ ഈസ് ടു, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മളുടെ ബോഡിയിലേക്ക് ബാക്ടീരിയ എൻ്റർ ചെയ്യും, അതിനെ നശിപ്പിച്ചളയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. മാമ്മീലിയൻ ഇൻഡസ്റ്റൈനൽ ലാക്റ്റിയൽ ഹെൽപ്പ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് എന്താ ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനൽ ലാക്റ്റിയൽസ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളിന്റെ അബ്സോർപ്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് ഇൻക്രീസിംഗ് ബ്ലഡ് ഷുഗർ എബവ് നോർമൽ ലെവൽ, നോർമൽ ലെവലിനേക്കാളും ബ്ലഡ് ഷുഗർ കൂടുന്നതിനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഒരാൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ അയാളുടെ RBC സർഫസിലുള്ള ആന്റിജൻ എന്ന് പറയുന്നത് എ ആന്റിജൻ ആണ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജൻ എന്ന് പറയുന്നത് എ ആന്റിജൻ ആണ്. ന്യൂറോജനിക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ലോവർ വെർട്ടിബ്രേറ്റ്സിന്റെ പ്രത്യേകതയാണ്. ഇൻ മാമൽ ദ ചീഫ് നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്നത് മാമൽസിന്റെ കേസിൽ യൂറിയാണ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് എർത്ത് വോം എന്ന് പറഞ്ഞാൽ ഏതാണ്? നെഫ്രീഡിയാണ്. സെമി സർക്കുലർ കനാൽ ഓഫ് ഇന്റേണൽ ഇയർ ഈസ് ഇൻവോൾവ് ഇൻ, സെമി സർക്കുലർ കനാൽ ഓഫ് ഇന്റേണൽ ഇയർ. സെമി സർക്കുലർ കനാൽ എന്തിനാണ്? മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ് വൈൽ ദ ബോഡി ഈസ് ഇംബാലൻസ്. അപ്പോൾ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഇയറിലുള്ള സെമി സർക്കുലർ കനാൽ. മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഷോർട്ടസ്റ്റ് ജസ്റ്റേഷൻ പീരീഡ് ഉള്ളത് മൗസിനാണ്. ആർച്ച് ഫാക്ടർ ഡിസ്കവർ ചെയ്ത ആരാണ്? ലാൻസ്റ്റീനർ കാളാണ്. ലാൻസ്റ്റീനർ കാളാണ് ആർച്ച് ഫാക്ടർ ഡിസ്കവർ ചെയ്തത്. ECG എന്തിനു വേണ്ടിയാണ്? ഇറ്റ് റെക്കോർഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂറിംഗ് വർക്കിംഗ് ഓഫ് ഹാർട്ട്. നോർമൽ റേഞ്ച് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 80 മുതൽ 120 mg/100 ml. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ഹാവ് ആൻ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത് ആർക്കാണ്? ഇല്ലാത്തത്, ഡു നോട്ട് ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഇല്ലാത്തത് ഫ്രോഗിനാണ്. ജുവനൈൽ ഹോർമോൺ ഈസ് നോട്ട് പ്രസന്റ് ഇൻ ഫിഷസിൽ. ജുവനൈൽ ഹോർമോൺ ഇല്ല. കോളറ ഉണ്ടാക്കുന്നത് ബാക്ടീരിയയാണ്. കോളറ ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ, നമുക്കറിയാം ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഒക്കെ മീഡിയേറ്റ് ചെയ്യുന്നത് ബി സെൽസ് ആണ്. സോ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. ന്യൂറോ സെക്രട്ടറി സെൽസ് ആർ ഡിറൈവ്ഡ് ഫ്രം, ന്യൂറോ സെക്രട്ടറി സെൽസ് ഡിറൈവ് ചെയ്യുന്നത് എക്ടോഡേമിൽ നിന്നാണ്. അമ്നിയോൺ എന്ന് പറയുന്നത് എന്താണ്? സൊമാറ്റോപ്ലൂർ ഇൻ ഒറിജിൻ. ഇനി എഗ് പെൻട്രേഷൻ ബൈ സ്പെർമാറ്റോസോവൻ ഈസ് ഫെസിലിറ്റഡ് ബൈ ദ എൻസൈം. അപ്പം നമ്മുടെ സ്പേമിലുള്ള ഒരു എൻസൈം ഉണ്ട്, ദാറ്റ് ഈസ് ഹൈലൂറോണിഡേസ്. അതാണ് ഈ എഗ്ഗിലേക്ക് ഈ സ്പേമിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നിയോട്ടനി ഈസ് ദ ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് വെയർ ദ ഓർഗാനിസം ബിക്കം സെക്ഷലി മെച്ചർ ബട്ട് റിറ്റെയിൻ ലാർവൽ ഫീച്ചേഴ്സ്. അതായത് നിയോട്ടനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സംഭവം ലാർവൽ ഫീച്ചേഴ്സ് തന്നെ ആയിട്ട് അവർ ഇരിക്കുമെങ്കിലും അവർക്ക് എന്തുണ്ട്? സെക്ഷലി അവർ മെച്ചുർ ആയിട്ടുണ്ട്. അതിനെയാണ് നിയോട്ടനി എന്ന് പറയുന്നത്. അടുത്തത് കാബ്ര ബീറ്റിൽ ട്രോഗോഡെർമ ഗ്രനറിയം ഈസ് എ മേജർ പെസ്റ്റ് ഓഫ്, ഏതാണ്? വീറ്റ് പ്ലാന്റ്സിന്റെയും സ്റ്റോർഡ് വീറ്റിന്റെയും മേജർ പെസ്റ്റാണ് കാപ്ര ബീറ്റിലും ട്രോഗോഡെർമ ഗ്രനറിയം എന്ന് പറയുന്നത്. അടുത്തത് സിൽക്ക് പ്രോട്ടീൻ ഓഫ് സിൽക്ക് വോം ബോംബിക്സ് മോറി ആർ. അപ്പോൾ ഈ ബോംബിക്സ് മോറി എന്ന് പറയുന്ന സിൽക്ക് വോമിലുള്ള സിൽക്ക് പ്രോട്ടീൻസ് ആണ് സെറീസിനും ഫൈബ്രിനോയിൻ എന്ന് പറയുന്നത്. അടുത്ത ടെസെഫ്ലൈ ഗ്ലോസീന ട്രാൻസ്മിറ്റ് ദ ഇൻഫെക്റ്റഡ് സ്റ്റേജസ് ഓഫ് ഏതൊക്കെയാണ്? ട്രൈപ്പനോസോമ ഗ്യാംബിയൻസ്. ഇനി ലേബിയോ ആൻഡ് കട്ട്ല എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ്. ലേബിയോ ആൻഡ് കട്ട്ല എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ ഫിഷസ് ആണ്. ഹണിബി എന്താ ചെയ്യുന്നത്? അവരുടെ ഫുഡൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് രീതിയിൽ ആൾക്കാർ അറിയിക്കും. അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അറിയിക്കുന്നത് ആ ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാഗിൾ ഡാൻസ് വഴിയാണ്. അപ്പോൾ ബൈ ഡാൻസിങ് ആണ്. കോൺറാഡ് ലോറൻസ് നമുക്കറിയാം ഇംപ്രിന്റിങ്, നമ്മളുടെ എന്താണ് ആ ഒരു ഡക്ലിങ്സിലൊക്കെ ചെയ്തൊരു എക്സ്പെരിമെന്റ് ഉണ്ട് ഇംപ്രിന്റിങ്. അടുത്തത് പെസ്റ്റിസൈഡ് കോൺസെൻട്രേഷൻ റിക്വയർഡ് ടു കിൽ 50% ഓഫ് പെസ്റ്റിനെയാണ്. പെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? എത്ര കോൺസെൻട്രേഷൻ ആണ്? LD50. ഫെറമൺസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സെക്സ് അട്രാക്ടൻസുകളാണ്. പിന്നെ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് മൊസ്കിറ്റോനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിഷാണ് ഗാംബ്യൂസിയ എന്ന് പറയുന്നത്. ലാക്കിൻസെറ്റ്സ് സെക്രീറ്റ് ലാക്ക് ത്രൂ ഇറ്റ്സ്, ലാക്കിൻസെറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്നത് ലാക്കാണ്. ആ ലാക്ക് സെക്രീറ്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? അവരുടെ
സലേവറി ഗ്ലാൻഡ് വഴിയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബോംബിക്കോൾ. ബോംബിക്കോൾ എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ഫെറമൺ ആണ് ബോംബിക്കോൾ എന്ന് പറയുന്നത്. സ്പൈഡർ എന്ന് പറയുന്നത് അരാക്കിനിഡയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ സ്പൈഡർ വരുന്നത് ഏതിലാണ്? അരാക്കിഡിനിലാണ്. ഇനി അടുത്തത് കോൺട്രിത്തിക്സ് ആർ. കോൺട്രിത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കാർട്ടിലിയസ് ഫിഷസ് ആണ്. കോൺട്രിത്തിക്സ് എന്ന് പറയുമ്പോൾ ഓസ്റ്റിത്തിക്സ് എന്ന് പറഞ്ഞാൽ ബോണി ഫിഷസ് ആണ്. സോർട്ട് ഔട്ട് ദ ഡീപ്പസ്റ്റ് ഡൈവർ ബേർഡ് ഏതാണ്? ആപ്നോഡൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഏത് ഡീപ്പസ്റ്റ് ഡൈവർ ബേർഡ്. സയന്റിഫിക് നെയിം ഓഫ് ഡൊമസ്റ്റിക് കാറ്റ്. ഡൊമസ്റ്റിക് കാറ്റ് ആണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്നത്. പെരിട്രോഫിക് മെംബ്രെയിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. പെരിട്രോഫിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് പെരിപ്ലാനറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹ്യൂമൻ കളർ ബ്ലൈൻഡ്നസ് ജീൻസ് എവിടെയാണുള്ളത്? എക്സ് ക്രോമസോമിൽ മാത്രമാണ് ഹ്യൂമൻ കളർ ബ്ലൈൻഡ്നസ് ജീൻ ഉള്ളത്. വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് ആരുടെയാണ്? ബീഡിൽ ആൻഡ് ടാറ്റത്തിൻ്റെയാണ് വൺ ജീൻ വൺ എൻസൈം തിയറി ഉള്ളത്. ദ ലാർജസ്റ്റ് പ്രോട്ടോസോൺ എന്ന് പറയുന്നതാണ് പെലോമൈക്സ എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് പ്രോട്ടോസോൺ. യൂജനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ലോസ് ഓഫ് ജെനറ്റിക്സ് ഫോർ ഇംപ്രൂവിങ് ഹ്യൂമൻ റേസ്. ഹ്യൂമൻ റേസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ജെനറ്റിക്സിന്റെ ലോ അപ്ലൈ ചെയ്യുന്നതിനെയാണ് യൂജനിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ദ കണ്ടീഷൻ ഓഫ് സെക്സ് ക്രോമസോം ഇൻ എ മെയിൽ ചൈൽഡ് വിത്ത് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൈസോമി 21. ഇപ്പോൾ മെയിൽ ചൈൽഡിനാണ്. ആൻഡ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അതൊരു ഓട്ടോസോമൽ ഡിസോർഡർ ആയതുകൊണ്ട് ഇവിടെ ഏതാണ്? മെയിലിലാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് XY ആണ്. സോ സിൽവർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെപ്പിസ്മയാണ് സിൽവർ ഫിഷ് എന്ന് പറയുന്നത്. മറൈൻ നാഷണൽ പാർക്ക് ഉള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പ്രൊഡക്ഷൻ ഇൻ ആൻ അക്വാട്ടിക് എക്കോസിസ്റ്റം. സെക്സ് ഓഫ് ചൈൽഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൽ ക്രോമസോം ആണ്. വെൻ ഹെട്രോസൈഗസ് ടോൾ പ്ലാന്റ് TT crossed with a dwarf plant small TT, assuming complete dominance, the offspring will be some tall and some dwarf. അടുത്തത് ഐഡന്റിക്കൽ ട്വിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് ഡിവൈഡ് ചെയ്ത് 2 ബ്ലാസ്റ്റോമിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാവുന്നത്. അടുത്തത് പ്രോക്യാരിയോട്ടിക് ജീൻ ഹൗസസ്. പ്രോക്യാരിയോട്ടിക് ജീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അവർക്ക് DNA മാത്രമേ ഉണ്ടാവുള്ളൂ, ഹിസ്റ്റോൺസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രോക്യാരിയോട്ടിക് ജീനിലെ ഹിസ്റ്റോൺസ് ആബ്സെന്റ് ആണ്. എ മാൻ ക്യാരിങ് എ സെക്സ് ലിങ്ക്ഡ് ജീൻ ഓൺ ദ Y chromosome ട്രാൻസ്മിറ്റ് ദിസ് ടു എന്താണ്? സെക്സ് ലിങ്ക്ഡ് എ മാൻ ക്യാരിങ് എ സെക്സ് ലിങ്ക്ഡ് ജീൻ ഓൺ ദ Y chromosome. Y chromosomes എന്ന് പറയുമ്പോൾ തന്നെ സൺസിനയക്കും. അപ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓൾ ഹിസ് സൺസ് ആണ്. അൺബോൺ മാമലിയൻ സെക്സ് ക്യാൻ ബി പ്രഡിക്റ്റഡ് ബൈ എന്താണ്? നമുക്ക് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? അമിനോസിന്തസിസ് വെച്ച് ചെയ്യാൻ പറ്റും. ജനറ്റിക് കോഡ് വാസ് ഡിസിഫേർഡ് ബൈ നൈറൻബർഗ്. ജീനോം റെഫേഴ്സ് ടു. ജീനോം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇൻ എ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോമിനെയാണ് ജീനോം എന്ന് പറയുന്നത്. DNA പോളിമറൈസ് എൻസൈം ഫസ്റ്റ് വാസ് ഡിസ്കവർ ചെയ്തവരാണ്? DNA പോളിമറൈസ് എൻസൈം ഡിസ്കവർ ചെയ്തത് ആർത്തർ കോൺബർഗ് ആണ്. ദ വേർഡ് എക്കോസിസ്റ്റം കോയിൻ ചെയ്തത് AG ടാൻസ്ലി ആണ്. ബയോളജിക്കൽ ഇക്വിലിബ്രിയം റെഫേഴ്സ് ടു ഇക്വിലിബ്രിയം എമോങ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡികമ്പോസേഴ്സ്. ഇവർക്കിടയിലുള്ള ഇക്വിലിബ്രിയത്തിനെയാണ് ബയോളജിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദ സ്പീഷീസ് ദാറ്റ് ഒക്കർ ഇൻ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ റീജിയൻ സെപ്പറേറ്റഡ് ബൈ സ്പെഷ്യൽ ബാരിയർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലോപാട്രിക് സ്പീഷീഷൻ ആണ്. റീക്യാപിറ്റുലേഷൻ തിയറി ആരുടെയാണ്? ഏണസ്റ്റ് ഹെയ്ക്കലിന്റെയാണ് റീക്യാപിറ്റുലേഷൻ തിയറി. ഓൺടോജനി റിപ്പീറ്റ്സ് ഫൈലോജനി. ഓക്കെ, അതാണ് റീക്യാപിറ്റുലേഷൻ തിയറി. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു alteration in chemistry of DNA eliciting phenotypic effect. അടുത്തത് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ജിയോളജിക്കൽ ടൈം ഏതൊക്കെയാണ്? ഡിവോണിയൻ, കാർബോണിഫറസ്, ക്രിട്ടീഷ്യസ്, യൂസീൻ. അടുത്തത് BOD. BOD ഈസ് എ മെഷർ ഓഫ് പൊല്യൂട്ടിംഗ് ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. BOD എന്ന് പറയുമ്പോൾ വാട്ടറിലാണ് നമ്മളിത് പൊല്യൂട്ടിംഗ് മെഷർ ചെയ്യുന്നത്, വാട്ടറിലാണ്. കീസ്റ്റോൺ സ്പീഷീസ് ഇൻ ആൻ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് കോൺട്രിബ്യൂട്ടിംഗ് ടു എക്കോസിസ്റ്റം പ്രോപ്പർട്ടി. നിഡിഫിക്കേഷൻ ഈസ് ദ ബിഹേവിയർ പാറ്റേൺ ഓഫ് നെസ്റ്റ് ബിൽഡിംഗ്. അപ്പോൾ നിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെസ്റ്റ് ബിൽഡിംഗ്. Chronobiology is a term referring to chronobiology എന്ന് പറഞ്ഞാൽ എന്താണ്? Periodicity occurring living organism. The abbreviation of IPCC ആണ് Intergovernmental Panel on Climate Change. അതാണ് IPCC. Which one of the following is a species? Famillaris എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. മാക്സിമം സോളാർ എനർജി ട്രാപ്പ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, ഇനി ഡയറക്റ്റ് ആൻസ്റ്റൽ ഹ്യൂമൻ റേസ് എന്ന് പറയുന്നത് ക്രോക്ക് മാഗ്നോൺ മാൻ ആണ്. ലോട്ക വോൾട്ടറ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോഡൽ ദാറ്റ് എക്സ്പ്ലെയിൻ പ്രേ-പ്രെഡേറ്റർ ഇൻട്രാക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡലാണ് ലോട്ക വോൾട്ടറ ഹൈപ്പോത്തസിസ്. കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഒറിജിൻ ഓഫ് ഫൈല. എ സ്പീഷീസ് നമ്പർ വെൻ കൺസിഡർ റെഡ്യൂസ് ആൻഡ് ഇറ്റ് ഈസ് ദ വെർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഈസ് കോൾഡ്. അതിനാണ് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത്. വെർജ് ഓഫ് എക്സ്റ്റിങ്ഷനിൽ നിൽക്കുന്നതാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇന്ത്യൻ റൈനോസറസ് ഈസ് ബീങ് പ്രൊട്ടക്റ്റഡ് ഇൻ കാശിരംഗ. അപ്പോൾ റൈനോസേഴ്സ്, വൺ ഹോൺ റൈനോസേഴ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാശിരംഗ നാഷണൽ പാർക്കിലാണ്. ഓക്കെ, ഇനി അടുത്തത് if two organisms
if two organisms are in same class, they must also be in the same kingdom and same phylum. Most marsupial and all monotone species today are found in, നമുക്കറിയാം marsupials നമ്മുടെ അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുന്നുണ്ട് മിക്ക മാർസൂപ്പിയൽസ് ഒക്കെ എന്താണ് അവരൊക്കെ എവിടെ ഉണ്ടായിരുന്നതാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒറിജിൻ ചെയ്തിട്ട് പല സ്ഥലത്ത് റേഡിയേറ്റ് ചെയ്ത് പോയിട്ടുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ഓസ്ട്രേലിയയിലുണ്ട്. സലാമൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് ആംഫീബിയയിൽ വരുന്നതാണ്. ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ്, അതായത് ബേർഡ്സിന് പറക്കാനായിട്ട് കട്ടി കുറഞ്ഞ ബോൺസ് ആണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത്. ദ ലാർജസ്റ്റ് animal ever exist on earth എന്ന് പറയുന്നത് സൾഫർ ബോട്ടം വെയിൽ, ഓക്കെ, ബ്ലൂ വെയിൽ. വിച്ച് ക്ലാസ് ഹാസ് എ ലാർജസ്റ്റ് നമ്പർ ഓഫ് അനിമൽസ്? ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് നമ്പർ ഓഫ് അനിമൽസ് ഉള്ളത് ഇൻസെക്ട്സിന്റെ കേസിലാണ്. എസിലോമീറ്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ, എസിലോമീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സോളിഡ് ബോഡി വിത്തൗട്ട് എ ക്യാവിറ്റി സറൗണ്ടിങ് ഇന്റേണൽ ഓർഗൻസ്. സോളിഡ് ബോഡി വിത്തൗട്ട് എ ക്യാവിറ്റി സറൗണ്ടിങ് ഇന്റേണൽ ഓർഗൻസ് ആണ് എസിലോമീറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് ട്രൂസിലംസ് ഉണ്ടാവില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് പ്രോബബ്ലി മോസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻസെക്ട്സ് ഓൺ ലാൻഡ്? അവർക്ക് എക്സോസ്കെൽറ്റൺ ഉണ്ട്. ഇനി ദ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഓഫ് എക്കിനോഡേംസ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാനും അവർക്ക് അതായത് ഫുഡ് കഴിക്കാൻ, ഫീഡിങ്ങിനും ലൊക്കോമോഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ട്യൂണിക്കേറ്റ്സ് ഷെയർ. വെർട്ടിബ്രേറ്റ്സും ട്യൂണിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ഷെയർ നോട്ടോകോഡ് ആൻഡ് എ ഡോർസൽ ഹോളോ നെർവ് കോഡ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ഫൈലം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഈസ് ഇൻകറക്റ്റ്? ഏതാണ്? കാൽക്കേരിയ, ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി, സീലം പ്രസന്റ്. അത് തെറ്റാണ്. മാമൽസ് ആൻഡ് ലിവിംഗ് ബേർഡ്സ് ഷെയർ ഓൾ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടർ എക്സെപ്റ്റ് ഏതാണ്? ഹേ ആൻഡ് ആർക്കോസോർ കോമൺ ആൻസിസ്റ്റർ. അടുത്ത വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡൽ ഓർഗാനിസം ഇൻ ജനറ്റിക് അനാലിസിസ്? ഏതാണ് മോഡൽ ഓർഗാനിസം അല്ലാത്തത്? നമ്മളുടെ സീബ്ര ഫിഷ് ആണ്. അറബിയഡോസ് തലിയന ഇതൊക്കെ ഓക്കെ, നെമറ്റോഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. മൗസ് ഡിയർ എന്ന് പറയുന്നത് എന്താണ്? മോഡലായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എ ഹ്യൂമൻ സെൽ കണ്ടെയ്നിങ് 22 ഓട്ടോസോംസ് ആൻഡ് Y ക്രോമസോം എന്ന് പറയുന്നത് സ്പെർമിനാണ്. If the DNA content of a diploid cell in the G1 phase of the cell cycle is X, then the DNA content of the same cell at a metaphase of meiosis 1 would be 2X. ഇനി എന്താണ് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹോമോലോഗസ് ക്രോമസോം മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ഡിവൈഡിംഗ് സെൽ ഡ്യൂറിംഗ് മിയോസിസ് 1ന്റെ സമയത്താണ് ഹോമോലോഗസ് ക്രോമസോംസ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നത്. മിയോസിസ് 2 ഈസ് സിമിലർ ടു മൈറ്റോസിസ് ഇൻ ദി സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ഡ്യൂറിംഗ് അനാഫേസ്. ഇപ്പം മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ മൈറ്റോസിന് സിമിലർ ആണ്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് സമയത്താണ്? അനാഫേസിന്റെ സമയത്താണ്. ഓക്കെ, ഇതിനടുത്തത് എ ജീൻ ഷോയിങ് കോഡോമിനൻസ്. കോഡോമിനൻസ് കാണിക്കുന്ന ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസ് ബോത്ത് അലീൽ ഇൻഡിപെൻഡന്റ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഹെട്രോസൈഗോട്ട്. എക്സ് ക്രോമസോം ഇൻആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ട് ഇൻ ജനറ്റിക്കലി ടേണിംഗ് ഓഫ് വൺ ഓഫ് ദ 2 എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽ മാമൽ. ആൻ ഇൻക്രീസ് ഇൻ ദ ഇൻബ്രീഡിംഗ് കോഎഫിഷ്യന്റ് എഫ് ഈസ് ലൈക്ലി ടു റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് ലൈക്ക്ഹുഡ് ഓഫ് ഹെട്രോസൈഗോട്ട്സ് ബീങ് പ്രസന്റ് ഇൻ എ പോപ്പുലേഷൻ. RFLP അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് യൂസസ് ഹൈബ്രിഡൈസേഷൻ ടു ഡിറ്റക്ട് സ്പെസിഫിക് DNA റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ഇൻ ജീനോമിക് DNA. ഓക്കെ, അപ്പോൾ RFLP അനാലിസിസിൽ ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റക്ട് സ്പെസിഫിക് DNA റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ്സ്. ഇനി ദ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഓർ PCR ഈസ് എ ടെക്നിക്. PCR എന്തിനു വേണ്ടിയാണ്? നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനാണ്. യൂസ് ഷോർട്ട് DNA പ്രൈമർ ആൻഡ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ടു റെപ്ലിക്കേറ്റ് സ്പെസിഫിക് DNA സീക്വൻസ് ഇൻ വിട്രോ. പൊസിഷണൽ ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷണൽ ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ മാപ്പിംഗ് എ ജീൻ ടു എ ക്രോമസോമൽ റീജിയൻ ആൻഡ് ദെൻ ഐഡന്റിഫൈങ് ആൻഡ് ക്ലോണിംഗ് എ ജീനോമിക് കോപ്പി ഓഫ് ദ ജീൻ ഫ്രം ദ റീജിയൻ. അടുത്തത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് യൂസ്ഫുൾ പ്രൊഡക്റ്റ് can be produced through genetic engineering involving എന്തൊക്കെയാണ്? ബാക്ടീരിയൽ കണ്ടെയ്നിങ് റീകോംബിനന്റ് പ്ലാസ്മേറ്റ്, ഈസ്റ്റ് ക്യാരിങ് ഫോറിൻ ജീൻ, ട്രാൻസ്ജനിക് പ്ലാന്റ്സ്. QTL analysis, 30ാമത്തെ ക്വസ്റ്റ്യൻ. QTL analysis is used to identify chromosome region associated with a complex trait in a genetic cross. അടുത്തത് സിമ്പിൾ ടാൻഡം റിപ്പീറ്റ് പോളിമോർഫിസം ഇൻ ഹ്യൂമൻസ്. അതെന്തിനു വേണ്ടിയാണ് നമുക്ക് ഉപയോഗിക്കുക? സിമ്പിൾ ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാലാണ് ഓരോരുത്തരെയും യുണിക് ആക്കുന്നത്. സോ അത് നമുക്ക് ക്രിമിനലിസം, പാറ്റേണിറ്റി കേസസും സോൾവ് ചെയ്യാൻ പറ്റും. മൈറ്റോകോൺഡ്രിയൽ DNA ഈസ് അഡ്വാൻറ്റേജ് ഫോർ എവല്യൂഷണറി സ്റ്റഡി ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഓൺലി ത്രൂ ഫീമെയിൽ പാരന്റ്. അപ്പം മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് പറയുന്നത് എവല്യൂഷണറി സ്റ്റഡീസിൽ ഉപയോഗിക്കുക, കാരണം അത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ പാരന്റിൽ നിന്നാണ്. ദസ് ഇവോൾവ് ഇൻ എ വേ ദാറ്റ് അലൗ ട്രീസ് ഓഫ് റിലേഷൻഷിപ്പ് ടു ബി ഈസിലി കൺസ്ട്രക്റ്റഡ്. ട്വിൻ സ്റ്റഡീസ് in humans are useful because they allow genetic as opposed to environmental influence on variation in a trait to be estimated. അടുത്തത് ദ പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ ഇൻവോൾവ്. DNA റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ യൂക്കാരിയോട്സിന്റെ കേസിൽ എന്താണ്? അവർക്ക് മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ജനറ്റിക് കോഡ്? ബാക്കി ഏതൊക്കെയാണ്? ഓപ്ഷൻ D ഫോർ സ്റ്റോപ്പ് കോഡോൺസ്, ബാക്കി റിഡക്റ്റൻ, ഓൾമോസ്റ്റ്
യൂണിവേഴ്സൽ, നോൺ ഓവർലാപ്പിംഗ്, ഇതൊക്കെ ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് ആണ്. 4 സ്റ്റോപ്പ് കോഡോൺസ് ആണോ? അല്ല, 3 സ്റ്റോപ്പ് കോഡോൺസിലാണ് ഉള്ളത്. UAA, UAG, UGA. ഓക്കെ, താങ്ക് യു.